ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠത്തിൽ നിന്നും 2015 SSLC ഫൈനൽ എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 10 and its common difference is 3. Write the first 3 terms of the sequence. Verify whether 100 is a term of this sequence. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 10 ആണ്. ഇതിന്റെ പൊതുവ്യത്യാസം 3 ആയാൽ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. 100 ഈ ശ്രേണിയിലെ പദമാണോ എന്ന് പരിശോധിക്കുക. ഇവിടെ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം തന്നിട്ടുണ്ട്. എത്രയാ? 10. അതുപോലെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും തന്നിട്ടുണ്ട് 3. ഇനി ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ ഫസ്റ്റ് ടേം ആദ്യ പദം, ഇനി രണ്ടാമത്തെ ടേം അഥവാ രണ്ടാമത്തെ പദം എങ്ങനെയാണ് എഴുതുക? ഈ ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടിയതാണ്. ഇനി മൂന്നാമത്തെ ടേം അഥവാ മൂന്നാമത്തെ പദം എങ്ങനെയാണ് ഉണ്ടാവുക? ഈ രണ്ടാമത്തെ പദത്തോട്, അതായത് f+d, ഈ രണ്ടാമത്തെ പദത്തോട് വീണ്ടും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ പദം കിട്ടും. ഇനി നാലാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിലോ ഈ മൂന്നാമത്തെ പദത്തോട് വീണ്ടും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാലാമത്തെ പദം കിട്ടും. ഇങ്ങനെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാം. ആദ്യം തന്നെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എഴുതുന്നു 10. ഇനി രണ്ടാം പദം എങ്ങനെയാണ് എഴുതുക? ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൂട്ടിയിട്ട് 10 + 3 എത്രയാ? 13. ഇനി മൂന്നാം പദം എങ്ങനെ എഴുതാം? ഈ രണ്ടാം പദത്തോട് വീണ്ടും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൂട്ടിയത് 13ലൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 16. ഓക്കെ, ഇതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ. ഓക്കെ, ഇങ്ങനെ 3 കൂട്ടി നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര പദങ്ങൾ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? 100 ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ പദമാവുമോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നമ്പർ, ഒരു സംഖ്യ തന്നിട്ട് നമ്മളോട് അത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ടേം അഥവാ പദമാവുമോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു തിയറം ഉണ്ട്. ഏതാണ് ആ തിയറം? അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേമുകളെ ആ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾ തുല്യമായിരിക്കും. അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ പറയുകയാണെങ്കിൽ ഇവിടെ 10, 13, 16 എക്സെട്ര ഇവയാണ് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ടേംസ് അഥവാ പദങ്ങൾ. ഈ പദങ്ങളെയെല്ലാം ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾ തുല്യമായിരിക്കും. ഓക്കെ, അതായത് 10നെ 3 കൊണ്ട് ഹരിക്കുമ്പോഴും 13നെ 3 കൊണ്ട് ഹരിക്കുമ്പോഴും 16നെ 3 കൊണ്ട് ഹരിക്കുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് അഥവാ ശിഷ്ടങ്ങൾ തുല്യമായിരിക്കും. ഓക്കെ, അതാണ് ആ ഒരു തിയറം പറയുന്നത്. അങ്ങനെയെങ്കിൽ 100 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണോ എന്ന് നമുക്ക് എങ്ങനെ പരിശോധിക്കാം? 100നെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഇതേ സെയിം റിമൈൻഡേഴ്സ്, അതായത് ഈ 3 പദങ്ങളെ ഹരിക്കുന്ന സമയത്ത് കിട്ടുന്ന സെയിം റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 100ഉം ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണ്. മറ്റേതെങ്കിലും റിമൈൻഡർ അഥവാ ശിഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? 100 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം അല്ല. ക്ലിയർ ആയില്ലേ? ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഓരോ ടേമിനെയും 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ശിഷ്ടം ഉണ്ടല്ലോ, ആ നമ്പർ, ആ ഒരു സംഖ്യ, ആ റിമൈൻഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ടേമിനെ എടുത്ത് 3 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേമിനെ തന്നെ എടുക്കാം. 10നെ നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്നു. 10ൽ എത്ര 3 ഉണ്ട്? 3. 3 ഗുണിക്കണം 3 9. 10ൽ നിന്ന് 9 പോയാൽ 1. അതായത് 10നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ്? 1 ആണ്. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേം എടുത്താലും ആ ടേമിനെ 3 കൊണ്ട്, അതായത് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്രയായിരിക്കും കിട്ടുക? 1 ആണ്. അതായത് 13നെയും 16നെയും ഒക്കെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 1 ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് 100 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ പദമാണോ എന്ന് പരിശോധിക്കാൻ എന്ത് ചെയ്യണം? 100നെയും നമ്മൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിക്കുന്നു. എന്നിട്ട് നമുക്ക് റിമൈൻഡർ 1 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 100 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം ആണ്. റിമൈൻഡർ 1 അല്ല, മറ്റേതെങ്കിലും നമ്പർ ആണെങ്കിലോ നമുക്ക് എന്ത് പറയാം? ഈ 100 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ടേം അല്ല. 1ൽ 3 ഉണ്ടോ? ഇല്ല. 10ൽ എത്ര 3 ഉണ്ട്? 3. 3 ഗുണിക്കണം 3 9.
10 നിന്ന് 9 പോയാൽ 1, 0 ഇറക്കി എഴുതി. 10 എത്ര 3 ഉണ്ട്? 3. 3 ഗുണിക്കണം 3 9. 10 നിന്നും 9 പോയാൽ റിമൈൻഡർ അഥവാ ശിഷ്ടം 1. ഓക്കെ, അതായത് 100നെയും 3 കൊണ്ട് ഹരിച്ച സമയത്ത് നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 100ഉം ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ്. കാരണം എന്താണ്? 100നെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് സെയിം റിമൈൻഡർ ആണ്. ക്ലിയർ ആയില്ലേ? ഹരണം അറിയാത്തവർക്കായിട്ട് ഹരണത്തിന്റെ ബേസ് മുതൽ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ് വരെയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കാം. അടുത്ത ചോദ്യം നോക്കിയാലോ. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 9, 15, 21, etc. Write the algebraic form of this sequence. Find the 25th term of this sequence. 9, 15, 21, etc. എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഈ ശ്രേണിയിലെ 25ാം പദം കാണുക. നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി 9, 15, 21, etc. ആദ്യത്തെ ചോദ്യം എന്താണ്? ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കാണാനാണ്. ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ അഥവാ ഫോർമുല എന്താണ്? ആൾജിബ്രായിക് ഫോം ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഇതിലെ d എന്ന് പറയുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതുന്ന സമയത്ത് എന്നിന് നമ്മൾ ഒരു വാല്യൂ ഇട്ട് കൊടുക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം എത്രയാണ്? ആദ്യ പദം 9 ആണ്. ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. രണ്ടാം പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ മതി. ഇവിടെ രണ്ടാം പദം 15 ആണ്, ആദ്യ പദം 9 ആണ്. 15ൽ നിന്ന് 9 പോയാൽ 6. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 9, കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 6 ആണ്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഡിന്റെ സ്ഥാനത്ത് 6, n അതുപോലെ എഴുതുന്നു, പ്ലസ് എഫ് എത്രയാണ്? 9 മൈനസ് ഡി 6 ഈക്വൽ ടു 6n പ്ലസ് 9ൽ നിന്നും 6 പോയാൽ 3. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം എത്രയാണ്? 6n പ്ലസ് 3 ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദ 25th ടേം ഓഫ് ദി സീക്വൻസ്. ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ 25th ടേം അഥവാ 25ാം പദം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഇതുപോലെ ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാറ് nth ടേം അഥവാ n-ാം പദം കാണാനുള്ള ഇക്വേഷൻ ആണ്. nth ടേം കാണാൻ നമ്മൾ 2 ഇക്വേഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഇക്വേഷൻ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. രണ്ടാമത്തെ ഇക്വേഷൻ ആൾജിബ്രായിക് ഫോം കാണാൻ ഉപയോഗിക്കുന്ന സെയിം ഇക്വേഷൻ dn പ്ലസ് f മൈനസ് ഡി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ dn പ്ലസ് f മൈനസ് ഡി എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ n-ന്റെ സ്ഥാനത്ത് 25 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 25ാമത്തെ പദം കിട്ടും. ക്ലിയർ ആയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് nth ടേമിന്റെ ഇക്വേഷൻ പ്രകാരം f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതെങ്ങനെ വരും? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് എഴുതുന്നു. എഫിന്റെ സ്ഥാനത്ത് 9, n എത്രയാണ്? 25ാം പദമല്ലേ കാണേണ്ടത്. അപ്പൊ n 25 മൈനസ് 1 ഗുണിക്കണം d എത്രയാണ്? 6. 9 പ്ലസ് 25ൽ നിന്ന് 1 പോയാൽ 24. 24 ഗുണിക്കണം 6 ഈക്വൽ ടു ആദ്യം തന്നെ 24 ഇൻറ്റു 6 ചെയ്യാം. 4 ഇൻറ്റു 6 എത്രയാണ്? 24. 6 ഇൻറ്റു 2 12. 12 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 14. അപ്പൊ 144. 144ഉം 9ഉം കൂട്ടിയാൽ എത്രയാ? 153 എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു രീതിയിൽ nth ടേമിന്റെ അഥവാ n-ാം പദത്തിന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം നിങ്ങൾക്ക് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 6n പ്ലസ് 3 എന്ന് പറയുമ്പോൾ n-ന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1ാമത്തെ പദം കിട്ടും. n-ന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2ാം പദം കിട്ടും. n-ന്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്ത് നമ്മൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3ാം പദം കിട്ടും. അതുപോലെ 25ാം പദം കാണണമെങ്കിൽ n-ന്റെ സ്ഥാനത്ത് 25 ഇട്ട് കൊടുത്താൽ നമുക്ക് 25ാം പദം കിട്ടും. ഓക്കെ, ആ ഒരു രീതിയിലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു മെത്തേഡ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 25th ടേം ഈക്വൽ ടു
ഇക്വേഷൻ 6n+3 ഇതാണ് ആൾജിബ്രായിക് ഫോം. ഇനി എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 25 ഇട്ട് കൊടുക്കുന്നു. 6 × 25 + 3. 6 × 25 എത്രയാണ്? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 150 എന്ന് കിട്ടും. 150 3 കൂട്ടിക്കഴിഞ്ഞാൽ 153. ഓക്കെ, ഈ രണ്ട് മെത്തേഡിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാണാം. nth ടേമിന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത്രയും പ്രോബ്ലംസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതേ ഒരു മെത്തേഡിൽ തന്നെ ഫസ്റ്റ് ചെയ്തത്. അൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നിന്റെ സ്ഥാനത്ത് 25 ഇട്ട് കൊടുത്ത് സോൾവ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഉത്തരം 25ാമത്തെ പദം എത്രയാണെന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? ഈ ചോദ്യത്തിൽ 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെ വന്നിട്ടുണ്ട്. അത് അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിത രൂപവും എന്ന പാഠത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ആ പാഠം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ 2 ചോദ്യങ്ങൾ കൂടെ ആൻസർ ചെയ്യുന്നതാണ്. 2014 SSLC ഫൈനൽ എക്സാമിന്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക്